അതുകൊണ്ട് ഇന്ന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമേ ഇല്ല. സാഹചര്യങ്ങളെ കണ്ട് നമ്മൾ ഭയപ്പെടരുത്. യെശയ്യാ 60-ാമത്തെ അധ്യായത്തിനകത്ത് ഇസ്രായേൽ രാജ്യത്തോട് ദൈവം പറയുന്ന വലിയൊരു പ്രവചന ദൂതാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. പ്രൈസ്. 2-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടും, എന്നാൽ നിന്റെ മേലോ എന്തുദിക്കും? യഹോവയുടെ തേജസ് ഉദിക്കും. യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായത്തിനകത്ത് ഇസ്രായേലിനെ നോക്കി പറയുമ്പോൾ ഇസ്രായേലിന്റെ കിടപ്പ് എവിടെയാ? ഇസ്രായേൽ ബാബിലോണിയ സാമ്രാജ്യത്തിൽ അടിമത്ത നുകത്തി കിടക്കുക. അപ്പൊ സാഹചര്യമല്ല, ദൈവത്തിന് സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റും. 5000 പേരെ പിടിച്ച് മരുഭൂമിക്കകത്ത് കൊണ്ടുവന്ന ദൈവത്തിന് മരുഭൂമി നമുക്കാണ് പ്രശ്നം, ദൈവത്തിന് പ്രശ്നമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ചിന്തയിൽ നമ്മൾ നോക്കുമ്പോൾ വെളിയിലിറങ്ങാൻ വയ്യ, അക്കൗണ്ടിനകത്ത് പൈസ ഇല്ല, ജോലിയില്ല, കണക്ക് കൂട്ടി ജീവിക്കുന്ന മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസ് കണക്ക് കൂട്ടി ജീവിക്കുക. 200 വെള്ളി നാണയങ്ങളേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഞാൻ ഇനി എങ്ങോട്ട് പോകും ഈ 5000 പേർക്ക് അപ്പം വാങ്ങിക്കാൻ? ഫിലിപ്പോസിനെ സംബന്ധിച്ച് കണക്ക് കൂട്ടി ജീവിക്കുന്നവരാ. ഹല്ലേലൂയ. പക്ഷേ പിന്നീട് ഫിലിപ്പോസിനെ നമ്മൾ കാണുന്നത് കണക്കുകൂട്ടലുകൾ എന്നതൊക്കെ മാറിയിട്ട് അവൻ്റെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം ശമരിയ പട്ടണത്തെ ഒരു ഒറ്റയാന പോലെ നിന്ന് വലിയ റിവൈവലിൽ എത്തിക്കുന്ന ഫിലിപ്പോസിനെ നമുക്ക് കാണാൻ സാധിക്കും.